ഹായ്, ഐ ആം ഡോക്ടർ ഷോമ. വെൽക്കം ടു ചിത്ര ഡെന്റൽ ക്ലിനിക്. ഞാൻ ഇന്നിവിടെ നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ല് അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിക്ക ആൾക്കാർക്കും 17 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ല് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇത് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ജോയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കാരണം ഈ വിസ്ഡം ടൂത്ത് ഒന്നുകിൽ എള്ളിൽ കുടുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി പുറത്തേക്ക് വരികയോ ഇല്ലെങ്കിൽ ചരിഞ്ഞു വരികയോ ചെയ്യാവുന്നതാണ്. സോ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കരമായ അസഹ്യമായ വേദന ഉണ്ടാവുകയും അല്ലെങ്കിൽ പല്ല് വരുന്ന ആ ഭാഗത്ത് വീക്കം വരികയും അല്ലെങ്കിൽ വാ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് ഭാഗികമായി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയിൽ അതിന്റെ മുകളിൽ കവർ ചെയ്തിരിക്കുന്ന മോണയുടെ ഉള്ളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങുകയും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് പ്രോപ്പറായി ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു മോണയിൽ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. ഇതിനെയാണ് ഇംപാക്റ്റഡ് വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. ഇംപാക്റ്റഡ് വിസ്ഡം ടീത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ഭാഗത്ത് പല്ല് വരുന്ന ഭാഗത്ത് വീക്കവും വായ തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, ഭാഗികമായി പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ ഈ പല്ലിന്റെ തൊട്ടു മുകളിലുള്ള മോണയുടെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങുകയും ആ ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾക്ക് പ്രോപ്പറായി ബ്രഷിങ്ങിലൂടെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആ മോണയ്ക്ക് സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനെയാണ് പെരികൊറോണൈറ്റിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന പല്ലുകളുടെ ഇടയിലും അതിന്റെ തൊട്ടു മുമ്പിലുള്ള അണപ്പല്ലിന്റെ ഇടയിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങുകയും ആ തൊട്ടു മുമ്പിലുള്ള നല്ല അണപ്പല്ലുകൾക്ക് വരെ പോട് വരാനും ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും നമ്മുടെ ഈ വിസ്ഡം ടൂത്ത് എടുത്തു കളയുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം.